ഇന്ത്യ റഷ്യയെ പിണക്കി, പുടിൻ ഇന്ത്യയോട് പിണങ്ങും, റഷ്യ എണ്ണ തരുമോ, മോദി അമേരിക്കയുടെ കൂടെയാണ്, ഇസ്രയേലിന്റെ കൂടെയാണ്, ഇന്ത്യ ഇവിടെ പരമ്പരാഗതമായ ശൈലിയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരിക്കുന്നു, അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു, മോദിയുടെ ഏതോ ഫയൽ മിസ്റ്റർ ട്രംപിന്റെ കയ്യിലുണ്ട്, അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നരേന്ദ്രമോദിയെയും നമ്മുടെ രാജ്യത്തെയും ഇകഴ്ത്തി സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇന്ത്യയുടെ വളർച്ചയെ പ്രശംസിച്ചുകൊണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടും ഒരു വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വീഡിയോ ആർക്ക് വേണമെങ്കിലും ഒന്ന് ഗൂഗിളിൽ പോയാൽ യൂട്യൂബിൽ പോയാൽ കാണാൻ പറ്റും. ഇംഗ്ലീഷിൽ തന്നെയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് റഷ്യൻ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എങ്കിലും അത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയോടുകൂടി തന്നെ ഇന്ന് മാധ്യമങ്ങളെല്ലാം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊന്ന് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റേഞ്ച് എന്താണെന്നും നമ്മുടെ രാജ്യം ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്നും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കട്ടെ. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയുമായിട്ട് വ്യാപാര കരാർ ഉണ്ടാകുമെന്നോ അതോ ഇന്ത്യയുടെ താരിഫ് കുറച്ചു എന്നോ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ കുറയ്ക്കാമെന്ന് സമ്മതിച്ചു എന്നൊക്കെ അദ്ദേഹം ചില ട്വീറ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു പ്രസിഡന്റ് ട്രംപ്. അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രൈം മിനിസ്റ്റർ മോദി ഇസ്രായേലിലേക്ക് വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ സമയത്തെല്ലാം തന്നെ ഇന്ത്യയിലെ മോദി വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോകുന്ന കാര്യം നെതന്യാഹു ആണോ പറയേണ്ടത്, ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിന്റെ കാര്യം ട്രംപ് ആണോ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നത് ട്രംപാണ്, ഇന്ത്യയുടെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ച നുണ പടച്ചു വിടുന്നത് നിങ്ങളിൽ പലരും സോഷ്യൽ മീഡിയക്കകത്ത് കണ്ടു കാണും. ശരിക്കും ഇപ്പോൾ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കാര്യങ്ങൾ റഷ്യ തീരുമാനിക്കുന്നോ എന്ന് ചോദിച്ചാലും വരില്ല. കാരണം റഷ്യയോട് വലിയ കുഴപ്പം ഇവിടെ പലർക്കും ഇല്ല. അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള വിരോധവും നരേന്ദ്രമോദിയോടുള്ള വിരോധവുമാണ് പലരെ കൊണ്ടും അങ്ങനെയൊക്കെ പറയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ത്യ തന്നെ പറയണം എന്നില്ല. റഷ്യൻ വിദേശകാര്യമന്ത്രിക്ക് അവരുടെ ജനങ്ങളോട് പറയാം. റഷ്യൻ വിദേശകാര്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്, അഡ്രസ് ചെയ്യുന്നത് റഷ്യയിലെ ജനങ്ങളോടാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിന്റെ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ നമ്മളെല്ലാം അത് കേൾക്കുന്നു, കാണുന്നു എന്ന് മാത്രം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അയാളുടെ ജനങ്ങളോടാണ്. ലോകം മുഴുവൻ അത് കാണുമായിരിക്കും. അതുകൊണ്ട് ആദ്യം അവർ പറഞ്ഞു എന്നതുകൊണ്ട് എന്ത് കുഴപ്പമാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനിത് പറയാൻ കാരണം ആ സമയത്ത് മാധ്യമങ്ങളിൽ പലരും ചർച്ച നടത്തിയത് ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അമേരിക്കയാണ് അത്രേ. ഇന്ത്യയുമായി സംസാരിച്ച് ഇന്ത്യയിൽ നിന്ന് ഉറപ്പ് കിട്ടിയതിന് ശേഷം ചിലപ്പോൾ അത് ആദ്യം അമേരിക്ക പറയുമായിരിക്കും, ഇല്ലെങ്കിൽ ഇസ്രായേൽ പറയും. ഇപ്പോൾ ഇന്ത്യ പറയുന്നതിന് മുന്നേ തന്നെ സെർജി ലാവ്റോവ് പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കും. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ജനങ്ങളോടാണ്. ഇനിയിപ്പോൾ ഉടനെ പറയുമായിരിക്കും ഇന്ത്യയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന റഷ്യയാണെന്ന്. അങ്ങനെ പറയില്ല. കാരണം ഇത് പറഞ്ഞത് ട്രംപോ നെതന്യാഹു ആണെങ്കിലേ അങ്ങനെ പറയൂ. ഇപ്പോൾ റഷ്യയുടെ ഭാഗത്ത് നിന്നായതുകൊണ്ട് അത് മിണ്ടില്ല. അങ്ങനെയൊക്കെ ഉള്ള ഡബിൾ സ്റ്റാൻഡേർഡ് ഇന്ത്യക്കാരായിട്ടുള്ള പല ആളുകൾക്കുമുണ്ട്. ഇനി സെർജി ലാവ്റോവ് എന്താണ് പറഞ്ഞത് എന്ന് കൂടി പറയാം. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെയും ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളെയും റഷ്യ ആദരവോടെ കാണുന്നു. 21ാം നൂറ്റാണ്ടിലെ കരുത്തുറ്റതും സ്വാധീനമുള്ളതുമായ ഒരു ആഗോള ശക്തിയായിട്ട് ഇന്ത്യ വളരുകയാണ്. 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിനായിട്ട് നമ്മുടെ രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $60 ബില്യൺ എത്തിയെന്നും 2030 ഇത് $100 ബില്യൺ ഉയർത്താനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. നിലവിൽ വ്യാപാരത്തിന്റെ 96% സ്വന്തം കറൻസിയിലാണ് നടക്കുന്നത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഡോളർ ഒഴിവാക്കിക്കൊണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്നതിൽ മോസ്കോയും ന്യൂഡൽഹിയും പ്രതിജ്ഞാബദ്ധരാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച വരെ പലരും ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധം കാരണവും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം കാരണവും റഷ്യയുമായിട്ട് അടിച്ചു പിരിഞ്ഞു, പുടിൻ ഇനി മോഡിയെ കണ്ടാൽ മിണ്ടില്ല എന്ന് വരെ കരുതുന്ന നിർഗുണന്മാരായിട്ടുള്ള മനുഷ്യന്മാരിവിടെ ഉണ്ടായിരുന്നു. ഇറാനും ഇന്ത്യയും തമ്മിൽ ഇനി ഒരിക്കലും ഒന്നിച്ചു പോവില്ല. ഇന്ത്യയുടെ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഇറാന്റെ കപ്പലിനെ അമേരിക്ക തകർത്തത്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന നിർഗുണന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അമേരിക്കയ്ക്ക് നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ മൗറീഷ്യസിന്റെ തൊട്ടടുത്ത് ബ്രിട്ടനും അമേരിക്കയ്ക്കുമായിട്ടൊരു സൈനിക താവളമുണ്ട് എന്നും
അവിടെ നിന്നുകൊണ്ട് ഏഷ്യയിലെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ ഓഷനിലൂടെ പോകുന്ന കപ്പലുകളെ നിയന്ത്രിക്കാനും അമേരിക്കയുടെ മുങ്ങിക്കപ്പലുകൾക്ക് പതുങ്ങിയിരുന്നു കൊണ്ട് ആക്രമണങ്ങൾ നടത്താനുമുള്ള ശേഷിയുണ്ടെന്നും പലർക്കും അറിയില്ല. ഇവിടെ പല മാധ്യമ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ വരെ പറഞ്ഞത് ഇന്ത്യ ഇനിയിപ്പോൾ ഇൻഫർമേഷൻ കൈമാറിയിട്ടുണ്ടാകുമോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യ ചെയ്തത് വലിയ തെറ്റാണ്, അതായത് ഇറാന്റെ കപ്പലിന്റെ ഇൻഫർമേഷൻ അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ വരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്. വിവരമില്ലായ്മയുടെ എന്താ പറയാ എക്സ്ട്രീം ലെവൽ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ മനഃപൂർവ്വം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള സവിശേഷ ബന്ധം ഇസ്രായേലിന് വേണ്ടിയിട്ടോ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടോ ഇന്ത്യ വേണ്ടെന്ന് വയ്ക്കില്ല. ഇന്ത്യയും ഇസ്രായേലുമായിട്ടുള്ള സവിശേഷ ബന്ധം ഇറാന് വേണ്ടിയിട്ടും ഇന്ത്യ വേണ്ടെന്ന് വയ്ക്കില്ല. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടെന്ന് വയ്ക്കില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം റഷ്യയ്ക്ക് വേണ്ടി വേണ്ടെന്ന് വയ്ക്കില്ല. അതായത് ഇതിനെയാണ് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം ഭരണാധികാരം എന്ന് പറയുന്നത്. ഇന്ന് വരെ ഇത് ലോകത്ത് അധികം രാജ്യങ്ങൾക്കും കണ്ട് ശീലമുള്ള ഒരു കാര്യമല്ല. ഒന്നുകിൽ റഷ്യൻ ചേരി, ഇല്ലെങ്കിൽ ചൈനീസ് ചേരി, അല്ലെങ്കിൽ റഷ്യ ചൈന ചേരി, അതല്ലെങ്കിൽ അമേരിക്കൻ ചേരി. ഇങ്ങനെ 2ഉം 3ഉം ചേരികൾ മാത്രം കണ്ട് ശീലിച്ചവർക്ക് എല്ലാവരോടും ഇടപെടാൻ കഴിയുന്ന തന്ത്രപരമായ സ്വയം ഭരണാധികാരം നിലനിർത്തിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളുമായും ഏത് സാഹചര്യത്തിലും സഹകരിക്കാൻ കഴിയുന്ന പുതിയ ഇന്ത്യയെ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദേശകാര്യമന്ത്രിമാരിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യ സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് വളരെ ഉറച്ചതും സ്വതന്ത്രവുമായിട്ടുള്ള ഒരു വിദേശ നയമാണ് പിന്തുടരുന്നത് എന്നാണ്. ഇതിനെ റഷ്യ റെസ്പെക്റ്റോടെ വലിയ ആദരവോടെ കാണുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ റഷ്യയും ഇന്ത്യയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നാണ് കഴിഞ്ഞ ആഴ്ച വരെ പല മാധ്യമങ്ങളടക്കം ഇവിടെ ഇരുന്നുകൊണ്ട് അടിച്ചിറക്കിയത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങാതായി കഴിഞ്ഞാൽ റഷ്യ പിണങ്ങി മൂലയിൽ പോയിരുന്ന് കരയും, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ തിരിയും. എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞു വരുത്തിയത്? ഇന്ത്യ എങ്ങനെയാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഒന്ന് അന്വേഷിച്ചു പോലും നോക്കാതെ വായി തോന്നിയതുപോലെ പലരും റഷ്യയുമായിട്ട് പിണങ്ങും, അമേരിക്കയുമായി അടുക്കും. ഇന്ത്യ റഷ്യ റിലേഷൻ എന്ന് പറയുന്നതിന് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷനേക്കാൾ വലിയ പ്രാധാന്യമുണ്ട്. അതിന് ഈ അടുത്തിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും സെർജി ലാവ്റോവും തന്നെ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകളുടെ ഒരു ചരിത്രം ആ ബന്ധത്തിനുണ്ട് എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ കാലയളവിൽ ഒരു 10, 60, 70 വർഷത്തെ കാലയളവിൽ ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾക്കിടയിൽ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സൗഹൃദങ്ങളിൽ വിള്ളലുകൾ വീണിട്ടുണ്ട്, അടിച്ചു പിരിഞ്ഞിട്ടുണ്ട്, പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ റഷ്യ റിലേഷൻ മാത്രമാണ് യാതൊരു തരത്തിലും അത്തരത്തിൽ ഒരു അടിച്ചു പിരിയലോ അല്ലെങ്കിൽ വിള്ളലുകളോ വീഴാതെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വളരെ ഹാർദവമായ ഒരു സൗഹൃദമായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പൊ ചൈനയും സോവിയറ്റ് യൂണിയനും തമ്മിൽ അടിച്ചു പിരിഞ്ഞിട്ടില്ലേ? ചൈന അമേരിക്കയുടെ പാളയത്തിൽ പോയിട്ടില്ലേ? എന്നിട്ടല്ലേ ഇന്നീ കാണുന്ന പൈസയൊക്കെ ഉണ്ടാക്കി വലിയ സമ്പന്നരായത്? അമേരിക്കയുടെ കൂടെ നിന്നില്ലേ സോവിയറ്റിനെ ചതിച്ചിട്ട് ചൈന? ഇവിടെ പലർക്കും ഈ ചരിത്രമൊന്നും അറിയില്ലായിരിക്കാം, പക്ഷെ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പാളയത്തിലായിരുന്നില്ലേ ഇന്ന് യുദ്ധം ചെയ്യുന്ന ഇറാൻ? അമേരിക്കയും അമേരിക്കൻ സഖ്യകക്ഷികൾക്കും ഒപ്പമായിരുന്നു 1970-കൾക്ക് മുന്നേ വരെ ഇറാൻ. ഇന്നിപ്പോ അമേരിക്കയോട് യുദ്ധം ചെയ്യാണ്. അപ്പോൾ പല രാജ്യങ്ങൾക്കിടയിലും സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ റഷ്യ റിലേഷൻ എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലും ഒരിക്കലും തകരാതെ നിലനിൽക്കുന്ന ഒരു ബന്ധമാണ്. ഇന്ത്യ എത്രമാത്രം റഷ്യയെ സഹായിക്കുന്നുണ്ട് എന്ന് റഷ്യയ്ക്കും നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് യുദ്ധം തുടങ്ങിയതിനു ശേഷം. അവിടെയാണ് റഷ്യ പോലും ഇന്ത്യയെ ബഹുമാനത്തോടെ കാണുന്നത്. കാരണം ഇന്ത്യയുടെ ഉറച്ച വിദേശ നയം, സ്വതന്ത്രമായ വിദേശ നയം, അത് റഷ്യയെ പോലും അമ്പരപ്പിക്കുന്ന ഒന്നാണെന്ന് അവർ സമ്മതിക്കുന്നു. രണ്ടാമത് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറഞ്ഞൊരു വാചകമുണ്ട്. വളർന്നു വരുന്ന മൾട്ടിപോളാർ വേൾഡില് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്